ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആവക്കുട്ടി കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടിരിക്കുവാണ് അല്ലേ? ആവേ ഇവിടെ നോക്കിക്കേ, ഭയങ്കര വെയിലാ കേട്ടോ. അതല്ലേ, അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അവക്ക് കണ്ണിങ്ങനെ എനിക്ക് നോക്കാൻ പറ്റുന്നില്ല അകത്തിരുന്നിട്ട്. അപ്പം അതെ, ഇടിയും മഴയൊക്കെയാണ് ഉച്ച കഴിഞ്ഞിട്ട്. അപ്പോൾ രാവിലെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പ് ചെയ്ത് തീർക്കാന്നുള്ളതാണ്. അപ്പം നമ്മൾ വിചാരിച്ചു ഒരു വീഡിയോ എടുക്കാം, ഒരു സന്തോഷം നിങ്ങളോട് പറയാനുണ്ട് അല്ലേ? പറയാനല്ല, കാണിക്കാനുണ്ട്. അപ്പോൾ എന്തായാലും അത് എന്താണെന്നുള്ളത് അത് നമ്മുടെ താഴെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ ഇറങ്ങി പോയിട്ട് വേണം കാണിക്കാൻ. പോകാം കുട്ടി, പോകാം. ഞാൻ കിട്ടിയാ പോകാം, പോകാം. ഓക്കെ, അപ്പോൾ താഴെ ചെന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രോ ഇവിടെ നിന്ന് എടുത്തതേ ഉള്ളൂ. അപ്പം ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ താഴെ ചെന്നിട്ട് കാണാം. അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്താണ് അച്ചാച്ചാ സർപ്രൈസ്? സർപ്രൈസ് ഒന്നുമില്ല, ഒരു സന്തോഷം. നമുക്ക് വണ്ടിയുടെ നമ്പർ കിട്ടിയിട്ടുണ്ട്, ഇതാണ് നമ്മുടെ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ അല്ലേ? നമ്മൾ ഈ സബാഷ് നമ്മള് സത്യം പറഞ്ഞാൽ ഈ നമ്പറിന് വേണ്ടി അല്ല നമ്മൾ നോക്കിയത്. നമ്മുടെ ഫാൻസി നമ്പർ നോക്കിയത് ആ കുഞ്ഞിന്റെ ബർത്ത്ഡേ നോക്കിയാണ്. അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ വണ്ടി എടുത്ത് ആദ്യമൊന്നും ഇല്ലായിരുന്നു. വണ്ടി എടുത്തപ്പം ഒരു അങ്ങനത്തെ വണ്ടി എടുക്കാൻ തുടങ്ങിയപ്പോൾ അങ്ങനത്തെ ഇല്ലായിരുന്നു. പിന്നീടാണ് അങ്ങനെ ഒരു ആശയം വന്നത്. ആ കുഞ്ഞിന്റെ ബർത്ത്ഡേയുടെ ഡേറ്റ് വെച്ചിട്ട് കിട്ടുവാണെങ്കിൽ നന്നായിരിക്കും എന്ന് വിചാരിച്ചത്. പക്ഷെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സംഭവം കിട്ടാൻ പറ്റില്ല. ഇപ്പൊ അങ്ങനെ ഒരു സംഭവം ലഭ്യമല്ല. നമ്മുടെ അടുത്തത് 0324 എന്നുള്ള സംഭവമായിരുന്നു. അതായത് ദിവസവും വർഷവും ഡേറ്റ് അതങ്ങനെയായിരുന്നു. നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പം അങ്ങനെ പ്രതീക്ഷയിലാണ് പോയത്. ഞാൻ അവിടെ ഷോറൂമിൽ ചോദിച്ചു, അവളെ അതിനകത്തേക്ക് വിട്ടു. അപ്പോൾ നമ്മൾ അങ്ങനെ ആ നമ്പർ എടുക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞ് നമ്മൾ ഇതിനു വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വണ്ടി കിട്ടിക്കഴിഞ്ഞ് നമ്മൾ ഇത് അവിടെ ഒരു പേപ്പർ വരും. ആ പേപ്പറുമായിട്ട് നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ ചെന്ന്, അങ്ങനെയാണ് അവിടെ ഡ്രൈവിംഗ് സ്കൂൾ അല്ല, നമ്മൾ നേരിട്ടില്ല. അപ്പം നമ്മൾ 0324 എന്ന് പറയുന്ന ഒരു നമ്പർ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. അതാണ് നമ്മൾ ഫാൻസി നമ്പറായിട്ട് നമുക്ക് എപ്പോഴും ഓർമ്മയിൽ ആണ് അങ്ങനെ ഒരു ഇതായിട്ടുള്ളത്. അല്ലാതെ കുറേ നമ്പറുകൾ വരുന്നു അങ്ങനെയല്ല. അപ്പോൾ അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷേ അത് നമുക്ക് കിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് ഇതുപോലെ 7 സംതിങ്. അതല്ല ഞാൻ പറഞ്ഞ 7 തൊട്ടാ തുടങ്ങുന്നത്. നമ്മൾ തുടങ്ങിയപ്പോ 6 തൊട്ടായിരുന്നു, അങ്ങനെയാണ് തുടങ്ങുന്നത്. അപ്പൊ ആ നമ്പർ ഇനി ചെയ്യണമെങ്കിൽ കുറെ താമസമുണ്ട്. അതായത് വീണ്ടും ഇതാകണം, അതായത് 10,000 ആകണം. അങ്ങനെ ആകുമ്പോ അപ്പൊ അതുകൊണ്ട് നമുക്ക് കിട്ടാൻ ഒരു വഴിയില്ല. അതാണ് ഇതിന്റെ ഈ ടെമ്പററി നമ്പറിന് 45 ഡേയ്സ് കാലാവധി. മഞ്ഞ കളറുള്ള സാധനം. അങ്ങനെയാണെങ്കിൽ നമ്മള് ഇത് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഇൻഷുറൻസിന്റെ ഇത് കിട്ടത്തില്ല, ആനുകൂല്യം കിട്ടത്തില്ല. നമ്മൾ അങ്ങനെ ആ 45 ഡേയ്സ് കഴിഞ്ഞ് പോയാലും. നേരത്തെ ആണെങ്കിൽ 60 ദിവസമായിരുന്നു. പിന്നെ 2000 ദിവസം അങ്ങോട്ട് പുതുക്കായിരുന്നു. 2000 രൂപ കൊടുത്ത് ഇങ്ങോട്ട് പുതുക്കൊക്കെ ചെയ്യായിരുന്നു. അങ്ങനെയായിരുന്നു അതിന്റെ ഒരു നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ അങ്ങനെ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്പർ ഇത് കിട്ടില്ല എന്ന് വെച്ചപ്പോൾ നമ്മൾ വേറെ നമ്പർ നോക്കി കഴിഞ്ഞപ്പം ഇതിന്റെ അറിയാമോ, ഇത് ചെയ്യുന്നവർക്ക് അറിയാം. അതായത് തിങ്കളാഴ്ചകളിലാണ് ഈ നമ്പറുകൾ അപ്ഡേറ്റ് ആകുന്നത്. ഓരോ ഈ RTO അവർ ഇത് ചെയ്യുന്നത് ആ ഓൺലൈൻ സൈറ്റിൽ. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ, നമ്മളൊരു നമ്പർ ചെയ്ത് കഴിയുമ്പോൾ അവർ 10 ഒരു നമ്പർ കൊടുക്കുക. ആ നമ്പർ കൊടുത്തതിൻ്റെ 10 വരെ ഉണ്ട് സമയം. അപ്പം ലേലമുണ്ട്. അപ്പം 3000 രൂപയാണിത്. പിന്നെ 500 രൂപയുടെ ഫീസ്, 3000 രൂപ മൊത്തം കൊടുക്കണം. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. നമ്മളൊരു നമ്പർ കൊടുത്തു. രണ്ടൊരു നമ്പർ നമ്മൾ സെലക്ട് ചെയ്തു. ആ നമ്പറൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ നമ്പർ കൊടുത്തപ്പോഴത്തേനും അതിന് നല്ല ഇതായി. ലേലം പിടിച്ച് അങ്ങ് തുക അങ്ങ് മേളിലോട്ട് കയറി പോയി. പിന്നെ നമ്മളത് വേണ്ടെന്ന് വെച്ചു. പിന്നെ സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ 45 ഡേയ്സ് എന്നുള്ളൊരു കാലാവധി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണല്ലോ. പിന്നെ അങ്ങനെയാണ് ഈ നമ്പർ നമ്മൾ സെലക്ട് ചെയ്തത്. അങ്ങനെ നമുക്കിത് കിട്ടി. അപ്പോൾ നമ്മൾ സർവീസും ആ സമയം 1 മാസം ആയിരുന്നു വണ്ടി എടുത്തപ്പോഴും. അത് ഇട്ട് എന്താളുടെ വണ്ടി നമ്മുടെ നമ്പരും ഇതാക്കി.
നമ്മുടെ ബൈക്കിന്റെ നമ്പർ KL37 ആണ് കേട്ടോ. അതായത് അത് അച്ഛയുടെ നാട്ടിൽ രജിസ്റ്റർ ചെയ്ത നമ്പറാണ്. അതായത് വണ്ടിപ്പെരിയാർ രജിസ്ട്രേഷൻ ആണ്. അപ്പൊ നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, കാറ് കിട്ടുമ്പോൾ നമുക്ക് KL06 നമ്മുടെ ഇടുക്കി എന്ന് നമുക്ക് ഇപ്പൊ 37 കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകണം എന്നില്ല അത് ഇടുക്കി രജിസ്ട്രേഷൻ ആണ് അല്ലെങ്കിൽ വണ്ടിപ്പെരിയാർ രജിസ്ട്രേഷൻ ആണെന്ന് നമുക്ക് മനസ്സിലാകണമെന്നില്ല. പക്ഷെ 06 കണ്ടു കഴിയുമ്പോൾ അല്ലേ എല്ലാവർക്കും അറിയാം ഇടുക്കിയാണ്. അങ്ങനെ ഒരു സംഭവം നമ്മൾ വണ്ടി എടുക്കാൻ പോയപ്പോൾ ഞാൻ വണ്ടി എടുക്കാൻ വേണ്ടി പോയപ്പോൾ നമ്മള് എല്ലാം കൊടുത്തതും എല്ലാ ഡോക്യുമെന്റ്സ് കൊണ്ടുപോയതും അച്ഛയുടെ എന്റെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ KL06 കിട്ടണമെന്ന് ചോദിച്ചപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ ഷോറൂമുകാർ അവർ പറഞ്ഞത് ഇവിടെ ഇടുക്കി രജിസ്ട്രേഷൻ ഇത് ആധാർ രജിസ്ട്രേഷൻ അത് വരുന്നത് എവിടെയാണോ ആ അഡ്രസ്സിലാണ് നമുക്ക് വണ്ടി രജിസ്ട്രേഷൻ വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛയുടെ വെച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് ബൈക്കിന്റെ പോലെ തന്നെ KL37 നമുക്ക് കിട്ടത്തുള്ളൂ, 06 കിട്ടാൻ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോഴാണ് ഞാൻ ഓർത്തത് എങ്കിൽ എൻ്റേത് വെച്ച് ചെയ്യുവാണെങ്കിൽ, കാരണം നമ്മുടെ വീട്ടിലേക്ക് 06 ആണല്ലോ. അപ്പോൾ എനിക്ക് തോന്നി ആ ഒരു ലൊക്കാലിറ്റിയിൽ ഉറപ്പായിട്ട് 06 വരും. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ എൻ്റെ പേരിൽ വണ്ടി എടുക്കാം. അപ്പോൾ KL06 സ്റ്റാർട്ടിങ് വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഈ വണ്ടി നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സംഗതി ഇതിൻ്റെ ഉടമസ്ഥ എന്ന് പറഞ്ഞത് അങ്ങനെയൊന്നുമില്ല കേട്ടോ, ചുമ്മാ പറഞ്ഞാണ്. നമ്പർ ഭയങ്കര ഫാൻസി ആയിരിക്കും, ഫാൻസി ഒന്നുമല്ല. നമ്മൾ ഉദ്ദേശിച്ച് ഫാൻസി നമ്പർ എടുക്കണമെന്നോ അങ്ങനെയൊന്നും ആയിരുന്നില്ല. ആ കുട്ടിയുടെ ബർത്ത്ഡേയുടെ ഒരു ഇത് സംഭവിച്ചിട്ട് എടുക്കാനായിരുന്നു. പിന്നെ എന്താ പറയുക, ഇതിൻ്റെ കിട്ടാൻ താമസിക്കും എന്ന് മനസ്സിലാക്കി. ഇപ്പം നമുക്ക് വണ്ടി കറക്റ്റ് സെപ്റ്റംബർ 3-ാം തീയതി, അതായത് അവളുടെ ബർത്ത്ഡേയുടെ അന്ന് കിട്ടണം എന്ന് നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം നമ്പർ പിന്നീട് നമുക്ക് എടുക്കാമല്ലോ. അപ്പം വണ്ടി കറക്റ്റ് 3-ാം തീയതി തന്നെ നമ്മൾ ഇറക്കി. അതുകൊണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 1.5 വെയിറ്റിംഗ് ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും സെപ്റ്റംബർ 3-ാം തീയതി വണ്ടി ഇറക്കാൻ പറ്റി അല്ലേ. അവരെന്നെ രജിസ്ട്രേഷൻ ചെയ്ത് വിടുവാണെങ്കിൽ നമുക്ക് ആ സമയത്ത് കിട്ടത്തില്ലായിരുന്നു. അവിടെ എങ്ങോട്ട് കൊണ്ടുപോയിട്ട് വന്നത് അവക്കിപ്പോ തിരിച്ചവിടെ തന്നെ. അവിടെ പൂച്ചയുണ്ടോ? ഉണ്ടോ? അവിടെ ഇരിപ്പുണ്ടോ? ബൗബോ ആണോ? എല്ലാം ബൗബോ. അപ്പം നമുക്ക് ആ സമയത്ത് കിട്ടത്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമുക്ക് നമ്മുടെ കറക്റ്റ് ടൈമിൽ നമുക്ക് വണ്ടി കിട്ടി. അപ്പം ഇതാണ് നമ്മുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എടുത്തു കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും വണ്ടിയുടെ വില കുറഞ്ഞു കേട്ടോ. GST ഒരു ആനുകൂല്യം വന്നപ്പോഴത്തേനും ഏകദേശം ഒരു 10-40 രൂപയ്ക്ക് കുറഞ്ഞിട്ടുണ്ട്. 1,00,000 രൂപയോളം കുറവ് വന്നിട്ടുണ്ട്. ഒരാഴ്ചയുടെ ഡിഫറൻസിൽ അത്രയും വ്യത്യാസം വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണക്കാരെ കൊണ്ട് സങ്കല്പിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല. പക്ഷേ നമ്മൾ സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ബർത്ത്ഡേയുടെ ദിവസം അവൾക്കൊരു ഗിഫ്റ്റായിട്ട് വണ്ടി കിട്ടണം എന്നുള്ളതായിരുന്നു. പിന്നെ അവളുടെ പേരിൽ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് അത് എൻ്റെ പേരിലാക്കിയത്. അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ വണ്ടി നമ്പറിൻ്റെ കഥ. കുറേ നമ്മൾ പറഞ്ഞ പോലെ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മളൊരിക്കലും ഈ നമ്പർ വേണം എന്നുള്ളതില്ലായിരുന്നു. നമുക്ക് വണ്ടി എടുത്തപ്പോൾ നമുക്കൊരു ഓർത്തിരിക്കാൻ വേണ്ടി ഒരു നമ്പർ കിട്ടുവാണെങ്കിൽ നന്നായി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. പിന്നെ ബാബ പറഞ്ഞതുപോലെ നമ്മൾ ആ നമ്പർ ഫാൻസി നമ്പർ നമ്മൾ ചൂസ് ചെയ്തുകൊണ്ട് ഒരു നമ്പർ ചൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കറക്റ്റ് നമ്പർ കറക്റ്റ് ദിവസം ഇവളുടെ ബർത്ത്ഡേ അന്ന് നമുക്ക് വണ്ടി കിട്ടി കേട്ടോ. അല്ലെങ്കിൽ അതായത് ആ സമയത്ത് നമ്മൾ വണ്ടി എടുത്ത സമയത്ത് എന്തോ അവധിയൊക്കെ ഉണ്ടതാണ്, ഓണത്തിൻ്റെ അവധി. അപ്പം അത് RTO ഓഫീസൊക്കെ അവധിയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി കിട്ടത്തുള്ളൂ അങ്ങനെ പറഞ്ഞായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഇതിലേക്ക് അങ്ങ് വന്നു ചേർന്നത്. എന്താണെങ്കിലും കറക്റ്റ് സമയത്ത് ഇവിടെ ബർത്ത്ഡേ ഒന്ന് വണ്ടിയും കിട്ടി, നമുക്കിപ്പം നമ്പരുമായി എല്ലാം കൂടെ ഒരുമിച്ച് നടന്നു. കാരണം വണ്ടി നമ്പർ കിട്ടിയാന്ന് തന്നെ അതിൻ്റെ തലേദിവസം തോന്നുന്നു നമുക്ക് പിറ്റേ ദിവസം വണ്ടിയുടെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു കേട്ടോ. ഒരു മാസം അല്ല 1000 കിലോമീറ്റർ ആണല്ലോ. 1000 കിലോമീറ്റർ ഒന്നും ആയില്ല, അധികം ഓടിയിട്ടില്ല. എന്താ 100-300 കിലോമീറ്റർ കണ്ട് ഓടിയിട്ടുള്ള ആകെ. അപ്പം ഒരു മാസമാണ്. നമ്മൾ അധിക സ്ഥലത്ത് പോയിട്ടില്ല. ആകെ ഞങ്ങൾ എല്ലാവരും കൂടെ പോകുമ്പോൾ മാത്രമാണ് നമ്മൾ കാർ കൊണ്ട് പോകാറുള്ളൂ. അല്ലാതെ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം മേടിക്കാനുണ്ടെങ്കിൽ കൂടുതലും ഇപ്പൊ അച്ഛൻ നടന്നാണ് പോകുന്നത് അല്ലേ. ഇപ്പൊ നടന്നാണ് പോകുന്നത്. അല്ലെങ്കിൽ നടക്കാൻ
ഒരു എക്സസൈസ് എന്നുള്ള രീതിയിൽ നടക്കാൻ വേണ്ടി പോകാറുണ്ട്. അപ്പോൾ ആ പോകുന്ന വഴിക്ക് കൂടുതൽ സാധനങ്ങൾ മേടിക്കുന്ന കേട്ടോ, കൈ കൊണ്ടുവരാൻ പറ്റുന്ന സാധനം. വേറെ പ്രത്യേകത ഇവിടെ ഭയങ്കര ബ്ലോക്കുകളാണ്. അപ്പൊ നമുക്ക് ബൈക്കാണെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുവന്ന് നിർത്തിയിട്ട് നമുക്ക് സാധനങ്ങൾ മേടിക്കുകയോ ഒന്ന് ഒതുക്കി വെക്കാം. കാരണം കടയുടെ ഫ്രണ്ടിലാണെങ്കിൽ പോലും കൊണ്ട് വെക്കാം, അവർ ഒന്നും പറയില്ല. പക്ഷേ സ്പേസ് ഉണ്ട്. കാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, അതിന്റെ പാർക്കിംഗ് ഫെസിലിറ്റി ഒക്കെ കുറവാണ് നമുക്ക് അതിന്റെ ചെറിയ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി. അപ്പം ഇതുകൊണ്ട് പോകണം. പിന്നെ ബ്ലോക്കുകളാവുകയും ചെയ്യും. ബൈക്കാണെങ്കിൽ നമുക്ക് എങ്ങനെ ഇറങ്ങും, അങ്ങനെ ചെറിയ ബൈക്ക് എടുക്കുന്നത് നടന്നാണ് മൊത്തം എക്സസൈസാ. അപ്പോൾ അത് നല്ല കാര്യമാണ്. ഇപ്പൊ കുറെ ദിവസമായിട്ട് ഏകദേശം വൈകുന്നേരം 1 മണിക്കൂറൊക്കെ നടക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാനും വിചാരിച്ചു നടക്കാൻ പോയാണ്, പിന്നെ ഞാൻ ഓർത്തു ഇവളുടെ പുറകെ ഓടുന്ന നേരം കൊണ്ട് അത് ഏറ്റവും വലിയ എക്സസൈസ് അതാണ്, ഇനി നടക്കേണ്ട കാര്യമില്ല. അതല്ലേ. പിന്നെ 2-3 പേര് ചോദിച്ചായിരുന്നു ബൈക്കിന് താക്കോല് കിട്ടിയോ. കഴിഞ്ഞ വീഡിയോ പറഞ്ഞാൽ കിട്ടിയില്ല. കിട്ടിയിട്ടില്ല കേട്ടോ, ഇതുവരെ കിട്ടിയിട്ടില്ല. നമുക്ക് സ്പെയർ കീ വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ ഇവിടെ ഉണ്ടെങ്കിൽ അത് കിട്ടിയാലേ. കാരണം നമ്മൾ ഒന്നല്ലെങ്കിൽ ഈ സോഫയുടെ അടിയിൽ, കട്ടിലിന്റെ അടിയിൽ, അലമാരയുടെ അടിയിലും കയറില്ല. അലമാരയുടെ അടിയിൽ സ്പേസ് ഇല്ല, അതില് കേറിയല്ല നമ്മള് കുത്തി കയറ്റുന്നുണ്ട്. അപ്പം അത്രയൊക്കെയാണ് വിശേഷങ്ങൾ. എന്റെ ഊഹം ശരിയാണെങ്കിൽ അച്ഛൻ ഈ വീട്ടിൽ കൊണ്ടുവന്നിട്ടില്ല ആ സാധനം. കൊണ്ടുവന്നിട്ടില്ല പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുന്നത് ചുരുക്കമാണ്. ഈവൻ ഇവിടെ ഒരു തൊട്ടടുത്തൊരു കടയുണ്ട്, ആ കടയിലേ പോവുള്ളൂ. കാരണം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ തോന്നാൻ. കാരണം നമ്മൾ ഇനി ഇൻ കേസ് അറിയത്തില്ല, അറിയില്ല ഞാൻ പോക്കറ്റിലുണ്ട് എവിടെയെങ്കിലും പോയെന്നറിയില്ല. കാരണം ഈ ഇടയ്ക്കൊക്കെ ചെറിയ മിസ്സായാലുള്ളൂ. കാരണം അല്ലെങ്കിൽ പിന്നെ ഇവിടെ കാണണ്ടേ, നോക്കാൻ ഇനി ഒരു സ്ഥലം ബാക്കിയില്ല. നമ്മുടെ ഒരു പ്രതീക്ഷയും ഒരു ആത്മവിശ്വാസം ഇവരിലൂടെ തന്നെ കാണുന്നതാണ്. നമ്മൾ ഈവൻ നമ്മുടെ വേസ്റ്റ്, പ്ലാസ്റ്റിക് വേസ്റ്റ് നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുപോയില്ല. അതുവരെ എല്ലായിടത്തും തപ്പി നോക്കി. ഈവൻ നമ്മൾ കൊണ്ടുപോയിടുന്ന സാധാരണ ഫുഡ് വേസ്റ്റ് കൊണ്ടിടുന്ന ഒരു ഇതിലുണ്ട്, ഒരു വേസ്റ്റ് ബിൻ പോലെ ഉണ്ട് സംഭവം. അതിൻ്റെ അകത്ത് വരെ കമ്പ്യൂട്ടർ ഇളക്കി നോക്കി. അതായത് കുന്തപ്പോയ കുടത്തിനും തപ്പണെന്ന് പറഞ്ഞ പോലെ തപ്പി നോക്കി. എന്റെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അരിക്കലത്തിൽ വരെ ഞങ്ങൾ തപ്പി ഇല്ല, ഒരിടത്തും ഇല്ല ഒരു അരിക്കലം. പിന്നെ നമ്മൾ അടച്ചു വെച്ചിരിക്കുന്ന ടിന്നുകളുണ്ടല്ലോ, ആ ടിന്നുകളെല്ലാം തുറന്നു നോക്കി. അതിൻ്റെ അകത്ത് അവളുടെ ലോകത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രേ ഉള്ളൂ സന്തോഷങ്ങളും അല്ലേ? അതെ, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ നമ്പർ കിട്ടി, അത് ചേർന്ന് നമ്മളൊരു ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതേ ഉള്ളൂ. ഒരു വീഡിയോ ആക്കാനുള്ള കാര്യങ്ങളൊന്നും അതിനകത്തില്ല. പക്ഷെ നമ്മൾ വെറുതെ പറഞ്ഞ കാര്യം. സത്യം തന്നെ ഇപ്പം നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് ഒന്നും തന്നെ ഇല്ല. വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയും, അല്ലേ? വേറെ ഒന്നുകൊണ്ടല്ല, നമുക്ക് ഇവരുടെ കാര്യം നോക്കിക്കഴിഞ്ഞാലും നമുക്ക് സമയം കിട്ടാറുള്ളതാണ്. അപ്പൊ ആളുകൾ വിചാരിക്കും 4-5 പിള്ളേരുള്ളവരോ. അല്ല, അത് പക്ഷെ വേറെ നിന്നാൽ നമ്മൾ 2-3 ഇതാകുമ്പം നമ്മൾ അതിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ ക്രമീകരിക്കും. ഇതാണ് നമുക്ക് ഇവിടെ ഒരാളുള്ളതുകൊണ്ട് നമുക്ക് അതിനനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. വ്യത്യാസം പറ്റുമല്ലോ, കാര്യങ്ങൾ നമ്മൾ ഇത്തിരി നേരത്തെ എഴുന്നേക്കണം. അപ്പോൾ എല്ലാവർക്കും ഫുഡ്, ഇപ്പം സ്കൂളിൽ പോകാൻ പിള്ളേരുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരത്തെ എഴുന്നേക്കണം. അപ്പം അതിനനുസരിച്ച് വ്യത്യാസം വരുമല്ലോ. നമുക്കിപ്പം കുഴപ്പമില്ല, നമുക്ക് അവിടുന്ന് പോകണ്ട എന്നുള്ളതുകൊണ്ട് നമുക്ക് അതിനനുസരിച്ച് നമ്മൾ ആ ഒരു ഇച്ചിരി മാറ്റം വരുത്തും. അതാണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ വിശേഷം. അതെ, അപ്പം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നല്ല വീഡിയോ ആയിട്ട് നാളെ വരാം. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ. ടാറ്റ ബൈ പറഞ്ഞു.